ബന്ധങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. പാലായിലെ വിശേഷം ഒന്നും പറയണ്ട ഇപ്പൊ ഇവിടെ. പാലായിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ കുറെ കണ്ടതാ. എന്ത് കണ്ടു നീ? പാലായിൽ എന്താടി ഒരു കുറവ്? എന്റെ കുറവ് ദേ ഇരിക്കണ കസേരയില്. ഓ, അതാണ് നിന്റെ പ്രശ്നം. എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നാട്ടിലുണ്ടോ? വീട്ടിലുണ്ടോ? ഓ, എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും ഇത് അവസാനം നേരെ വന്ന് എന്റെ പടലിക്ക് അടിക്കും. ഇത് എന്തൊരു വിധിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തോടി? നിന്റെ ആങ്ങളൊക്കെ നിന്നോട് സ്നേഹമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ആങ്ങളൊക്കെ ഒരു സ്നേഹക്കുറവില്ല. പിന്നെന്താ നീ ഇപ്പം വിളക്കണം കരയാൻ വിളിക്കാൻ ചെയ്യണത്? സ്നേഹക്കുറവില്ലെങ്കിൽ എന്റെ ആങ്ങൾ ഇപ്പോഴും മാറിപ്പോയത്. അങ്ങനെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞതാന്നറിയാമോ? ഒരു മുട്ടായി കഷ്ണം കിട്ടി അവന് കൊടുക്കാതെ എനിക്ക് ഇറങ്ങൂല. ഒരു ചെറുപഴം കിട്ടി അതിന്റെ പകുതി കൊണ്ടുവന്ന് അവൻ എനിക്ക് തരും. എന്നിട്ടിപ്പോ എന്തെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടു തന്ന ആ വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ, അവളുടെ മുഖം അങ്ങ് കലം പോലെ ആവും. അത് കാണാൻ അവനും. ആ പാവം അമ്മ അവിടെയുണ്ട്. അമ്മയ്ക്ക് എന്താ വില? നീ ഇത് പറയാനേ ഞാൻ അവനായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങള് പറഞ്ഞ മാതിരി ചക്കര ഈച്ചയും പോലെ ആയിരുന്നു. ഈ പെണ്ണിനെ കല്യാണം കഴിച്ച ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് ഭയങ്കര പുച്ഛമാണ്. അത് എവള് ഞാൻ പറഞ്ഞില്ലേ, ഇവള് കുഴപ്പക്കാരിയുടെ അങ്ങ് അറ്റത്തെ കുഴപ്പക്കാരി. എല്ലാവർക്കും അവളുടെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടു കൊടുക്കുക. അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ എന്തെങ്കിലും ചെലവാക്കുമ്പോഴാണ് അവർക്ക് ഈ മാതിരിയുള്ള കൂക്കിട് മുഴുവൻ. അല്ല, അവര് പറയണതിലും കാര്യമുണ്ട് ക്ലീറ്റോ. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് എന്തെങ്കിലും ക്ലീറ്റോന്റെ കൈ കൊണ്ട് സ്നേഹമായിട്ട് ഒരു തോർത്തുമുണ്ടെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത് അവള് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവൾ അങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് തരണം നിങ്ങൾ? ആങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാനാണോ അത്ര ധൃതിന്ന് ചോദിക്കും. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് ഇവ ഇവിടെ നിന്ന് വാങ്ങിച്ച എല്ലാം ജമന്തിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ജമന്തിയുടെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് കുറ്റം പറഞ്ഞോളല്ലേ നീ? അപ്പൊ ആ കണക്കിന് ഞാൻ വാങ്ങിച്ച എന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അത് ശരിയാണോ? അത് തെറ്റല്ലേ? ആണോ? അല്ലേ? എന്തെങ്കിലും ചോദിക്കുമ്പോ 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കല്ല വേണ്ടത്. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ പിന്നെ ഇവിടെ ബോംബ് വെച്ച് തകർത്താൻ. ചുമ്മാ ഇരുന്നു പറയുമ്പോ ഞാനേ ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞാ ശരിയാവില്ല. വെറുതെ. ഓ എന്റെ പൊന്നളി എന്നാ പിടി ഇത് കയ്യിൽ വെച്ചോട്ടോ. എന്റെ കുടുംബം നല്ല കച്ചറയായി പോയത്. എന്ത് പറ്റിയെന്നാ എടാ നോക്ക് നീ. 1 2 3 ഉമ്മയോ സായിധ അറിഞ്ഞാലുള്ള സംഭവം എന്താ അറിയോ? 1 ഉമ്മക്ക് 1 സായിധക്ക്. 3ാമത്തെ ആരാന്നുള്ള ചോദ്യം വരും. നമ്മളെ കാമുകി എല്ലാവരും ഇനി അടുത്ത കെട്ട്. ഞാൻ ഓളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു വീട്ടില് അടി തീർത്താ തീരില്ല. ഞാൻ ഇപ്പൊ ഇന്നലെ എന്താ ചെയ്താ അറിയാം? നമ്മളെ മാമന്റെ വീട്ടിൽ വെച്ചിരിക്കുക. അവിടെ ആരും ഇല്ല ഭാഗ്യത്തിന്. നിന്റെ കയ്യിൽ തന്നെ വെച്ചോട്ടാ, നീ സൂക്ഷിച്ചാ മതി. നിനക്ക് വരുന്ന പൊല്ലാപ്പ് നീ എന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇതിപ്പോ എങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ്. അമ്മ, പെങ്ങൾ, ഭാര്യ. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ ചെല്ലുന്നു. ഇങ്ങോട്ട് നോക്കാതെ പോണം. ഇവള് മിക്കവാറും അകത്തെ ആദ്യം അമ്മയ്ക്ക് കൊടുക്കുന്ന വലിയ പ്രശ്നം വരില്ല. ഇതെന്താടാ നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വീടിന്റെ പ്ലാനാണോ? ഇതെന്റെ ജീവിതത്തിന്റെ പ്ലാനാ. എന്റെ ജീവിതം ഇനി മുമ്പോട്ട് പോകുന്നത് ഇതനുസരിച്ചായിരിക്കും. ഈ സംഭവം പറ. ഇത് തന്നെ. വരച്ചിട്ട് ഇത് അമ്മ, ഇത് പെങ്ങൾ, ഇത് ഭാര്യ. നമ്മൾ രണ്ടും കൂടി സ്കൂട്ടറിൽ ഇവിടുന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഭാര്യ അകത്തായിരിക്കും, പെങ്ങളും അകത്തായിരിക്കും. അമ്മ ഇറങ്ങി വരുന്നു. നമ്മൾ അമ്മയ്ക്ക് കൊടുക്കും. പണ്ടൊരു കളിയില്ലേടാ, പുലികളി കേട്ടോ. അങ്ങനെ ഈ നമ്മൾ വട്ടം വരച്ചിട്ട് നമ്മളിങ്ങനെ വര ഇടുങ്ങനെ വരയിട്ട് കണ്ണും പൂട്ടി വരയിട്ട് ഈ വര എവിടെ അവസാനിക്കുന്നത് അവരെ ഇതിൽ കൊടുക്കും, അവരെ കൈ കൊടുക്കും. ജീവിക്കാൻ വലിയ കഷ്ടപ്പാടല്ലടാ. ഏറ്റവും വലിയ പ്രശ്നം അറിയാമോ? ഇതാണ് ആളുകൾ വേറെ മാറി താമസിക്കുന്നത് അല്ലേ? സങ്കടം വരും. പക്ഷെ വേറെ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടടാ. അതാണ്. അമ്മയെ മാറിയിട്ട് അവളെ മാറിയിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവർക്ക് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്കിൽ ഈ സന്തോഷം ഒന്നും നിൽക്കും.
അടിപൊളി. ഒരു ഐഡിയ ഉണ്ട്. Alien versus Alien.